റേഷൻ ഡോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനലിൽ, അതായത് നല്ല വ്യൂവേഴ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഉള്ള ഒരു തംബ്നെയിലായിരുന്നു മമ്മൂട്ടി രാജ്യസഭയിലേക്ക്. പിന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മമ്മൂട്ടിയും ഭാര്യയും പാർലമെൻറ്റിൽ എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നത് മമ്മൂക്ക ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ, അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്കയെ BJP ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും മമ്മൂക്കയെ രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് BJPയുടെ പദ്ധതിയെന്നും അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ ഒരു തരത്തിലും നമ്മൾ കുറ്റപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതി കാണേണ്ടുന്ന കാര്യമില്ല. കലാകാരന്മാരെ മറ്റും BJP MP ആയിട്ട് രാജ്യസഭയിലേക്ക് എത്തിക്കുന്ന പതിവുണ്ടെന്നും ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലും നമുക്കറിയാം, ആദ്യം BJP ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയെ BJP അന്ന് പാർലമെൻറ്റിലേക്ക്, അത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അല്ലാതെ സാധാരണ രാജ്യസഭാ MPമാരെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി, അതായത് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക്, അല്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക്, കേന്ദ്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തുനിന്ന് കൊണ്ടുപോയി MP ആക്കുന്ന, അതായത് അവിടുത്തെ നിയമസഭയിലും മറ്റും അവിടുത്തെ MLAമാർ വോട്ട് ചെയ്ത്, സാധാരണ ജനങ്ങളല്ല MLAമാർ വോട്ട് ചെയ്ത് രാജ്യസഭ വഴി MP ആക്കുന്ന രീതിയിലല്ല സുരേഷ് ഗോപിയെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മമ്മൂക്കയെ അത്തരത്തിലേക്ക് രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് നീക്കം എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് ചെറിയാൻ ഫിലിപ്പ് തന്നെ, അതായത് ഒരു കാലത്ത് AK ആന്റണിയുടെ വലം കൈയായിട്ടിരുന്ന, പിന്നീട് CPM-നോടൊപ്പം പോയ, ഇപ്പം CPM-ഉം കോൺഗ്രസുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെയും കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് മറ്റൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കണ്ട്. കാര്യം മമ്മൂക്ക ആകെ അസ്വസ്ഥനാണ്. മമ്മൂക്കയ്ക്ക് ശേഷം വന്നിട്ടുള്ള പലരും, അതിപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർ കേന്ദ്ര മന്ത്രിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം മമ്മൂക്കയ്ക്ക് വെച്ചിരുന്ന സീറ്റ് ജോൺ ബ്രിട്ടാസിന് പാർട്ടി കൊടുത്തു, അങ്ങനെ ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭ വഴി MP ആക്കി. അതുകൊണ്ട് മമ്മൂക്കയും ഈ പറയുന്ന കണക്ക് ആകെ അസ്വസ്ഥനായിട്ട് CPM-നെതിരെ മമ്മൂക്ക ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഈ രണ്ട് ചാനലുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിൻ്റെ ഒന്നും മോഹിക്കുന്ന ആളല്ല. ഇതൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കാം, ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ എടുക്കാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ഇപ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് പല ആൾക്കാരും പറയുമ്പോഴും ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഇന്ന് വരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് കേൾക്കുന്ന CPM-കാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ എൻ്റെ അടുത്ത് ഇപ്പം ചാനലിൻ്റെ താഴെ വന്ന് എന്ത് കമൻറ്റ് ചെയ്താലും ശരി, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തെളിവ് വേണം. മമ്മൂക്ക ഇപ്പോൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ കൈരളിയുടെ ചെയർമാനായിട്ടിരുന്നുണ്ട്. ഇപ്പോൾ ഈ ചാനൽ അതും പറയുന്നുണ്ട്, കൈരളി ഇത്രയും വർഷം വളർത്തിക്കൊണ്ടുവന്ന മമ്മൂക്കയുടെ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഒരു രാജ്യസഭാ MP ആയിട്ട് അവർക്ക് പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ അതും അവർ നോക്കുന്നുണ്ടാവും എന്നുള്ള തരത്തിലൊക്കെ. മമ്മൂക്ക ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അദ്ദേഹം ഇതുവരെ ഒരിടത്തും തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരുപോലെ ബന്ധം പുലർത്തുന്നുണ്ട്. അതായത് CPM-ന്റെ ഉന്നത നേതാക്കളുമായിട്ടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായിട്ടും BJPയുടെ ഒരുവിധമുള്ള, ഒരു കാലത്ത് LK അദ്വാനിയെ പോലുള്ള, ഇപ്പോഴത്തെ സംസ്ഥാനത്തുള്ള AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളുമായിട്ടും അതുപോലെ കേന്ദ്രത്തിലുള്ള പല ആൾക്കാരുമായിട്ടും മമ്മൂക്ക ഇന്നും ആ ബന്ധം പുലർത്തുന്നുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് താൻ വോട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ വോട്ട് ചെയ്യണമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് CPM-നെയും കോൺഗ്രസിനെയും അതുപോലെ ഒരുപോലെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ BJP ആയിട്ടുള്ള സൗഹൃദവും അദ്ദേഹം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് എല്ലാ രീതിയിലും. പിന്നെ അദ്ദേഹത്തിനെ പലരും പല കാലങ്ങളിൽ തഴയുമ്പം, ഇപ്പം നാളെ CPM-ഓ കോൺഗ്രസ്സോ BJP-യോ ഒരു സീറ്റ് അദ്ദേഹത്തിന് ഓഫർ ചെയ്താലോ, അല്ലെങ്കിൽ രാജ്യസഭ വഴി അദ്ദേഹത്തിനെ ഒരു MP ആക്കാം, അതുവഴി മന്ത്രിയാക്കാമെന്നുള്ള ഒരു ഓഫർ ഇനി CPM വെച്ചാലും കോൺഗ്രസ് വെച്ചാലും BJP വെച്ചാലും അതല്ല അദ്ദേഹത്തിൻ്റെ മേഖല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല വേണ്ടുന്നത്, അദ്ദേഹത്തിന് വേണ്ടുന്നത് സിനിമയാണ്. അതായത് ഒരു ക്യാമറയുടെ ലൈറ്റ് ഇല്ലാതെ, ഒരു ക്യാമറ ഇല്ലാതെ ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ അദ്ദേഹം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പലയിടത്തും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ക്യാമറ വേണം, ഈ പറഞ്ഞ കണക്ക് ഡയറക്ടറും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനും അത്തരത്തിലുള്ള ഒരു ക്രൂവും കുറേ ജനങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും അദ്ദേഹം ഒരു സിനിമാ നടനായിട്ട് അറിയപ്പെടണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് ആവണമെന്നോ അല്ലെങ്കിൽ പാർലമെൻറ്റിലെത്തി അധികാരത്തിലേറണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പം സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് നിന്ന് ജയിച്ച് പാർലമെൻറ്റിലെത്തി MP ആയി. മറ്റ് ചില പ്രമുഖ നടന്മാർ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് സീറ്റിൽ BJPക്ക് വേണ്ടി മത്സരിക്കാൻ നിന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ സംസ്ഥാന ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പിന്മാറിയ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. അദ്ദേഹം ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ആരും അത്തരത്തിലുള്ളൊരു ചർച്ച പോലും സംഘടിപ്പിക്കേണ്ട.
അദ്ദേഹം നാളെ രാജ്യസഭ എം പി ആവും, അല്ലെങ്കിൽ ലോകസഭ എം പി ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു BJP ഒരു കോൺഗ്രസോ വെച്ച് നീട്ടുന്ന സീറ്റല്ല, ഒരു CPM വെച്ച് നീട്ടുന്ന സീറ്റ് പോലും മമ്മൂക്കയ്ക്ക് താല്പര്യമില്ല. ജോൺ ബ്രിട്ടാസ് അല്ല, ഇനി ഇവിടുന്ന് ആരെവിടൊക്കെ പോയെന്ന് പറഞ്ഞാലും ശരി, അതുപോലെ കോൺഗ്രസിൻ്റെ BJPയുടെ ഏത് നേതാക്കന്മാർ എവിടെ പോയെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു സീറ്റിനകത്ത് താല്പര്യമില്ല. ഇനി അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു സീറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഏതൊരു പാർട്ടിക്കാരനും പിന്നെ മറ്റൊരാളെ ഒരു രാജ്യസഭ MP ആയിട്ട് എത്തിക്കാൻ പോലും ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞ കണക്ക് മമ്മൂക്ക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുഴുവൻ അദ്ദേഹത്തിന് ഒരു സിനിമാ നടനായിട്ട് തന്നെ അറിയപ്പെടാനാണ് താല്പര്യം. അതുകൊണ്ട് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള ആൾക്കാർ CPM-ൽ നിന്ന് മമ്മൂക്കയ്ക്ക് കിട്ടാത്ത സീറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകാർ വീഡിയോ സംഘടിപ്പിച്ചിട്ട് നാളെ BJP-യിൽ നിന്ന് മമ്മൂക്ക ഒരു രാജ്യസഭ MP ആയിട്ട് എത്തുമെന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മമ്മൂക്കയ്ക്ക് അതിനകത്തൊന്നും യാതൊരു താല്പര്യമില്ല. ഇപ്പം താഴെ ചില ആൾക്കാർ കമൻ്റ് ഇടും, മമ്മൂക്ക പാർലമെൻറ്റിൽ എത്തുന്നെങ്കിൽ ഒരു CPM-ൻ്റെ MP ആയിട്ടേ മമ്മൂക്ക എത്തത്തുള്ളൂ. മമ്മൂക്ക ഒരു പാർട്ടിയുടെ MP ആയിട്ട് മമ്മൂക്ക എത്തത്തില്ല. ഒരു പാർട്ടിയുടെ MP ആയിട്ട് എത്താൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം അദ്ദേഹം ഇതുവരെ ഒരാളടുത്ത് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു നിയമസഭാ ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വോട്ട് ചോദിച്ചിരുന്ന ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് അദ്ദേഹം ആ മുറിയിലേക്ക് വരുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരോട് ഞാൻ ജയിക്കുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് പറഞ്ഞപ്പം അത് കേട്ടോണ്ട് വന്ന മമ്മൂക്ക പറഞ്ഞത് എനിക്ക് എല്ലാവരും ജയിക്കുന്നത് ഒരുപോലെ എന്നാണ്. ഇപ്പം മമ്മൂക്കയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ വാസവനെ പോലുള്ള ഒരു അന്നത്തെ മുതിർന്ന നേതാവ്, ഇന്നത്തെ മന്ത്രി, അത് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ പോകത്തില്ല. കാര്യം അദ്ദേഹം എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മമ്മൂക്കയ്ക്ക് അതിനകത്ത് ആരെന്ത് വിചാരിച്ചാലും മമ്മൂക്കയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അകത്ത മുറിയിൽ നിന്ന് ഈ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് അദ്ദേഹം വന്നത്. അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരോടൊരിഷ്ടം. താങ്ക് യു.